ഇവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ്ട് മുനിപ്പാറ സംരക്ഷണ സമിതി എന്നൊക്കെ. മുനിപ്പാറയിലോട്ട് പോകാനുള്ള വഴി ഇങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ ഇങ്ങനെ പോവുകയാണ് ഗൈസ്. നമ്മൾ വരണ വഴിക്ക് തന്നെ ഫസ്റ്റ് ഇവിടെ ചെറിയൊരു പാറ പോലൊരു സംഭവമുണ്ട്. വ്യൂ പോയിന്റ് ആണെന്ന് ചോദിച്ചാൽ വ്യൂ പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നണില്ല. കള്ളിമുൾ ചെടിയൊക്കെ ഉണ്ട് ഗൈസ്. ഇത് വ്യൂ പോയിന്റ് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല. ഓക്കെ, ഏകദേശം ഇങ്ങനെയാണ് വന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് ഡൗട്ടായിട്ട് നിൽക്കുകയാണ്. എനിക്ക് വഴി അങ്ങോട്ടൊന്നും ഒരു പിടുത്തം കിട്ടണില്ല. ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ എങ്ങോട്ട് പോകണം ഒരു പിടുത്തമില്ല ഗൈസ്. ഒരു സെപ്പറേഷൻ ഉണ്ട്, അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. നമുക്ക് തൽക്കാലം ഈ വഴി ചൂസ് ചെയ്യാം, ഇടത്തോട്ടുള്ള വഴി ചൂസ് ചെയ്യാം. വഴി ശരിയാവാൻ ചാൻസ് ഇല്ല, കാര്യം അങ്ങോട്ട് കുറേ വീടൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്ന വഴി എപ്പോഴും തെറ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ വന്നിട്ടുള്ള വഴിയിൽ നിന്ന് നമുക്ക് വലത്തോട്ടുള്ള വഴി പോവാം. വലത്തോട്ടുള്ള വഴിയും കൂടെ പോയി നോക്കാം. നമ്മൾ വന്ന വഴി കറക്റ്റാണ്. ആ കാണുന്ന അവിടെയാണ് ആ പാറ ഉള്ളത്. നമ്മളിങ്ങനെ നടന്നു വരുമ്പം അതാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ സ്പോട്ട്, ഇങ്ങോട്ട് പോവാം. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ട് ഒരു അട്രാക്ഷനായിട്ട് നിൽക്കുന്ന ഒരു ആല്. നമുക്ക് എന്തായാലും പാറയിലോട്ട് കയറി നോക്കാം. ഈ ആലെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ വീണ് പിടിച്ചത്. ഇതിന് ഞങ്ങൾ ഇങ്ങനെ കെട്ടി വിടുമ്പോൾ അവിടെ കണ്ട വലിയ മരമായിട്ട് അവിടെ തറയിൽ പോകണം. അത് വേറെ, അത് ഇതിന്റെ വേരാണ്. ഇതാണ് നമ്മൾ കെട്ടിവിടുന്നതിന്റെ വേരാണ്. ഇതിന് മൂടില്ല. ഇതിൽ നിന്നാണ് അങ്ങോട്ട് പോയേക്കണേ. ഇതാണ് ഉൽപാദനം. ഇതാണ്ട ഗുഹ പോലെയാണ് ഇത്. ഇവിടെ നാഗരിരിക്കുന്ന സ്ഥലം തീരുമാനിന്റെ കാൽപ്പാടാണ്. ഇത് ഭഗവാന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകേണ്ട ഗുഹയാണ്. ഇതിന്റെ അകത്തോട്ട് നല്ല ആഴമുണ്ട്. ആഴമുണ്ട്. അങ്ങ് പോകും. ഇത് നല്ല ആഴമുണ്ടല്ലോ അകത്തോട്ട്. അങ്ങ് പോകും. ഗുഹയാണിത്. ഇതിപ്പുറത്ത് കുളമല്ലേ? കുളമല്ല, അത് കിണറാണ്. ഇതിനകത്തുനിന്ന് കടലടിക്കുന്ന ശബ്ദം കേൾക്കാം. ഉണ്ടോ വെള്ളം. മാമ എത്ര ആളാ ഇവിടെ വന്നിട്ട്? ഞാൻ ഇവിടെ വന്നിട്ട് 10-30 വർഷമൊക്കെ കൂടുതൽ. ഞാൻ ഇത് ഇവിടെ വിളക്കത്തിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. അഗസ്ത്യാർ മുനി ഭഗവാനെ കാണാൻ വന്നപ്പോൾ ഇരുന്ന സ്ഥലമാണ്. ഇതിന്റെ അകത്തല്ലേ? ഇതിനകത്താണ് അഗസ്ത്യാർ മുനി. പൊക്കം കുറവാണ് അഗസ്ത്യാർ മുനി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കായലും കടലും കാണാൻ പറ്റുമായിരുന്നില്ല. അതൊക്കെ കാണാം. ഇവിടെ നിന്ന് നല്ലോണം കാണാൻ വേണ്ടി പറ്റും. ഈ സൈഡിൽ കായലും അപ്പുറത്ത് കടലാണ്. ആ സൈഡിലോട്ടാണ് കടലല്ലേ? കടലാണ്. ഇത് മരങ്ങൾ അതാണ്ട് ഈ സൈഡില് ഇതിന്റെ ഇടയിൽ പാമ്പൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. കുറേ പാമ്പുണ്ട്, വലിയ വലിയ സൈസിലുള്ള പാമ്പുണ്ടെന്നൊക്കെയാണ് കേട്ടത്. ഇതാണ് മുനിപ്പാറ. അശ്വത്ഥമാവിന് ഈ തപസ്സിരിക്കാൻ വേണ്ടി തപസ്സിരുന്നിട്ടുള്ള സ്ഥലമാണ് ഗൈസ്. എന്ന് പറയുമ്പോൾ ആ സൈഡിലോട്ട് വെള്ളയാണി കായലും അതുപോലെ തന്നെ പുറത്തോട്ട് കടലും കോവളം ആ സൈഡുമാണ്. കായലും കടലും ഉള്ള ഒരു സൈഡിൽ വന്ന് തപസ്സിരുന്ന് കഴിഞ്ഞാൽ മോക്ഷം കിട്ടും, അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളും. അങ്ങനെ ഞാൻ പാറയിൽ വന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പം വലുതായിട്ട് നമ്മൾ കുറേ ഇങ്ങനെ അലിഞ്ഞ് പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു വഴിയിൽ വന്ന് നിൽക്കുന്നു, നേരെ പാറയിൽ കയറുന്നു. അപ്പോൾ എന്തായാലും ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു കിടിലം വ്ളോഗ് ഇട്ട് കാണാം. ബൈ.